ശൈലജ ടീച്ചറിനോട് ചോദിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി കോന്നിയിലെ പൊതുയോഗത്തിൽ നടത്തിയ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് സദസ്സിൽ നിന്ന് ആരോ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് ഒന്നിലധികം തവണ പിണറായി വിജയൻ മറുപടി പറയുന്നു. ആരാണ് ആ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം? കൃഷ്ണമോഹൻ അദ്ദേഹവുമായി സംസാരിച്ചു. അതിലേക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. നിങ്ങള് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഒരു ചോദ്യം അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ കയ്യിൽ വേണ്ടത്ര കാശില്ല എന്നതാണ് പ്രശ്നം. അപ്പൊ ആ ചോദ്യം ചോദിച്ച ആളെ കണ്ടെത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്. കോന്നി അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശി ദാസ് പി ജോർജ് എന്ന പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. കൃഷ്ണമോഹൻ അദ്ദേഹത്തിനൊപ്പം ചെയ്തിട്ടുണ്ട്. കൃഷ്ണമോഹൻ, എന്തായിരുന്നു മനസ്സിലുള്ള ചോദ്യം? എന്താണ് ചോദിക്കാൻ ശ്രമിച്ചത്? ആരാണ് അദ്ദേഹം? മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചയാൾ കോന്നിയിലെ ഇന്നലെ പരിപാടിയിൽ CPM-ന്റെ LDF-ന്റെ കൺവെൻഷനിൽ വെച്ചായിരുന്നു, പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അത് ദാസ് പി ജോർജ് ആണ്, അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശിയാണ്. എന്തായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം? അതായത് ഞാൻ ഉദ്ദേശിച്ചത് 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചതാണ്, മുന്നോട്ടുള്ള വികസനം ചെയ്യാൻ ഫണ്ട് BJP-യുടെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ അവസരത്തിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അന്നത്തെ ആവശ്യത്തിന് ഞാൻ ചോദിച്ചു പോയി. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയപ്പോൾ തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റാണത്. പാർട്ടി പ്രവർത്തകനാണ്? അതെ, ഞാൻ CPM-ന്റെ പ്രവർത്തനമാണ്. ഇവിടെ ഒന്നിച്ചാണോ ഇവിടുന്ന് പരിപാടിക്ക്? അതെ, ഏറ്റവും മുന്നിൽ നിന്ന് കണ്ടോണ്ടിരിക്കുവായിരുന്നു. കേൾക്കുന്ന ദൂരത്തിലായിരുന്നല്ലേ? അതെ. മൈക്കിൽ കൂടെ കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് കേൾക്കാൻ അടുത്ത് തന്നെ ആയിരുന്നു. ഏകദേശം അടുത്താണോ നിന്നത്? അടുത്തായിരുന്നു. കൈ ഉയർത്തിയാണോ ചോദിച്ചത്? കാരണം ചേട്ടനെ കാണാൻ ആർക്കും പറ്റിയില്ല. അതോ? എന്റെ ഏറ്റവും വലിയ ആരാധ്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ചെയ്ത വികസനത്തെ കുറിച്ച് മുന്നോട്ട് വികസനങ്ങൾ വേണമല്ലോ. അതിനെക്കുറിച്ച്, കാരണം ഫണ്ടില്ല, കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇത്രയുമാണ് എന്റെ ചോദ്യം. ഇത്രയായിരുന്നു ചോദിക്കായിരുന്നു. ഇത്രയായിരുന്നു. എല്ലായിടത്തും ചർച്ചയായി. ശരി. എന്തായാലും ദാസ് പി ജോർജ് ആണ് പറഞ്ഞത്. ഇതായിരുന്നു ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം, വികസനത്തെ കുറിച്ചായിരുന്നു. കാരണം മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നതും അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് ചോദിക്കാനുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുന്നത്. കോന്നിയിൽ നിന്ന് പ്രസാദ് വെട്ടിക്കുളത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ്. പലപ്പോഴായി മുഖ്യമന്ത്രി അടക്കം പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം ചോദിക്കാൻ ശ്രമിച്ചതെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലായി. ഇനി 2016-ൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു വേദിയിൽ സംസാരിക്കുന്ന സമയത്ത് സദസ്സിൽ നിന്നൊരാൾ ഒരു ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചു. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് കാണാം. നമുക്ക് അത് പ്രേക്ഷകർ കണ്ട് കായിക വാർത്തകളും കാണുമ്പോഴേക്കും ഞങ്ങൾ പേരാവൂരിൽ നിന്ന് മട്ടന്നൂരിലേക്ക് എത്തും. മട്ടന്നൂരിലെ സ്ഥാനാർത്ഥികളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും. അപ്പോൾ 2016-ൽ സംഭവിച്ചത് കാണുക. കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് 10% വീതം കൂട്ടുക. UDF-ന്റെ പദ്ധതി അനുസരിച്ച് 2 കൊല്ലത്തെ കൂട്ടിക്കഴിഞ്ഞു. അത് കൂട്ടുവോ? ഇതൊക്കെ അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റയടിക്ക് കൂട്ടാത്തത്. ഈ ശബ്ദം ബീഹാറിൽ കേട്ടില്ല. അവര് ഒറ്റയടിക്കങ്ങ് കൂട്ടി. ഇപ്പം
സോപ്പ് കലക്കി കുടിച്ച് 200 പേര് ആശുപത്രിയിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ 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 ഉള്ള ശബ്ദങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് നമ്മള് 10 വർഷം ഘട്ടം ഘട്ടമായി ബോധവൽക്കരണത്തോടുകൂടി നടപ്പിലാക്കി 10 വർഷം കഴിയുമ്പോൾ നമുക്കൊരു പൂർണ്ണമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുക എന്ന് വെച്ചത്.